ദാനത്തെക്കുറിച്ച് പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദാനത്തിനും അതിൻ്റെയുള്ള പ്രത്യേകത ഉണ്ട്. മറ്റ് എപ്പിസോഡുകളിലൊക്കെ പറയുന്ന ദാനം ആ ദാനത്തിന് പ്രാധാന്യം ഉണ്ടെന്നാണ് പറയണത്. എന്നാൽ ഏറ്റവും കൂടിയൊരു ദാനം ഉണ്ട്. ആ ദാനം നിർവഹിക്കാത്തവരെ പറ്റിയൊന്നും പറയാനില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നിർവഹിക്കാത്തവരെ പരിഹസിക്കുന്ന ശീലമില്ലല്ലോ. അതാണ് ദാനങ്ങളിൽ വെച്ച് മഹാദാനമാണ് കന്യാദാനം. ഈ കന്യാദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എന്തോ ബുദ്ധിമുട്ടാണ്. മകളുടെ കല്യാണമാണ്, അയാളൊന്ന് ക്ഷീണിച്ചു, കല്യാണമായിട്ട് കടവും പ്രാരാബ്ദവും ഉണ്ടാവും, ഇങ്ങനെ വിചാരം. മുമ്പൊക്കെ കല്യാണത്തിന് ഈ ഹിന്ദുക്കളുടെ കല്യാണമാണെങ്കിൽ വരന്റെയും വധുവിന്റെയും പാർട്ടിക്കാരെ വിളിച്ചിട്ട് ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞു കൊടുക്കലില്ല. ഇപ്പോഴും ഇല്ല. തിരക്കുള്ള ദേവാലയത്തിൽ പോവും, കുറെ പേര് എവിടുന്നൊക്കെ ഊണ് വെച്ചു. ഈ ബന്ധുക്കളൊന്നും ഇരുന്ന് പരിചയപ്പെട്ടത് ഇന്ന ആളാണ്, ഇത് പെൺകുട്ടിയുടെ അച്ഛനാണ്, അച്ഛൻ്റെ ഏട്ടനാണ്, ഒന്നും കാണില്ല. നമ്മൾ കല്യാണത്തിന് പോയാൽ ചിലപ്പോൾ അകലിൽ നിന്ന് വേറെ ആൾക്കാണ് എന്താ പടയെന്ന് നമ്മൾ ചോദിക്കും. ഈ കല്യാണത്തിന് പിന്നെ വധുവിന്റെ അച്ഛൻ ആരാന്ന് അറിയാതെ താല്പര്യം ഉണ്ടാവും. അത് ആരും പറയാനോ പരിചയപ്പെടുത്താനോ ഇല്ലല്ലോ. അപ്പൊ വളരെ സമ്മർദ്ദമുള്ള മാനസികാവസ്ഥയിൽ ടെൻഷനോടുകൂടി ഷർട്ടിന്റെ ബട്ടൺസ് ഇടാനൊക്കെ മറന്നുകൊണ്ട് ഒരാള് ചിലപ്പോൾ കയ്യിലൊരു ബാഗും ഉണ്ടാവും കാശ് ചെലവാക്കാൻ. ആ ടെൻഷൻ കാണുമ്പോൾ പെണ്ണിന്റെ അച്ഛനാണെന്ന് മനസ്സിലാവും. ഇപ്പൊ അതും മനസ്സിലാവില്ല. വലിയ വലിയ ഹാളിലൊക്കെ നടത്തുമ്പോൾ പെണ്ണിന്റെ അച്ഛനാണ് ആരും മനസ്സിലാവില്ല. കാരണം അച്ഛൻ അങ്ങനെ ബാഗ് അക്ഷത്തി കിടക്കൊന്നും വേണ്ട. ഇപ്പൊ ഈയിടെ ഡിസംബറിൽ കല്യാണം ഉറപ്പിച്ച എന്റെ സുഹൃത്തിന്റെ മകള് സുഹൃത്തിനോട് ചോദിച്ചു, ഇപ്പൊ എന്റെ കല്യാണത്തിന് ടെൻഷനായി. എന്ത് ടെൻഷൻ? അത് ആശീർവാദ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊന്നും ചെയ്യാറില്ലോ. പക്ഷേ കന്യാദാനത്തിന് വലിയൊരു അർത്ഥതലമുണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യം അറിയാം. കന്യകയെ കൈപിടിച്ച് ഒരു പുരുഷനെ ഏൽപ്പിക്കുകയാണ്. അത് പെൺമക്കളുള്ളവർക്ക് അതിന്റെ പ്രാധാന്യം അറിയുള്ളൂ. കന്യാദാനം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം അപൂർണമാണ് എന്ന് ഞാൻ സമ്മതിച്ചില്ല. ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ അച്ഛൻ അനുഭവിക്കുന്ന സന്തോഷം, വളർത്തി വലുതാക്കി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചങ്ങോട്ട് അയക്കുകയാണ്. എല്ലാ ത്യാഗവും മകൾക്ക് വേണ്ടി. 6 മാസം പ്രായമുള്ളപ്പോ ചുമ നിർത്താതെ ആകുന്ന സമയത്ത് ആസ്പത്രിക്ക് അതിനെ കൊണ്ടുപോയി ഉറക്കൊഴിച്ച് മുതൽക്ക് അതിനെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിയിട്ട് ഒരുത്തനെ ഏൽപ്പിക്കുമ്പോ ഈ വളർത്തുന്നത് ആരെയെന്നാ ചോദ്യം. അത് മകളെ അല്ല. നമ്മുടെ മകളായിട്ട് ജനിച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ്. അതാദ്യം മനസ്സിലാക്കണം. ആരാ മകള്? മഹാലക്ഷ്മിയാണ് മകള്. മഹാലക്ഷ്മിയാണ് മകൾ എന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ ആ മകൾക്ക് മഹാലക്ഷ്മിയുടെ ഗുണങ്ങളുണ്ടാകും. ലക്ഷ്യസ്ഥാനത്ത് എന്തിനേയും എത്തിക്കുന്ന ശക്തിവിശേഷം. ഒരു വീട്ടില് മകളുണ്ടെങ്കിൽ മഹാലക്ഷ്മി ആയിരിക്കണം.
മഹാലക്ഷ്മിക്ക് വേണ്ടുന്ന ഗുണങ്ങൾ മകൾക്ക് ഉണ്ടാകണം. വേറൊരു വീട്ടിൽ വേറൊരാള് വളർത്തിയ മഹാലക്ഷ്മിയാണ് നമ്മുടെ വീട്ടിൽ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ഭാര്യ എന്ന് പറഞ്ഞാൽ അത് ഭാര്യ, വൈഫാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ വെറും വൈഫല്ല, മഹാലക്ഷ്മിയാണ്. ഈ മഹാലക്ഷ്മിയാണ് എല്ലാ ഐശ്വര്യവും ഉണ്ടാക്കുന്നത്. ശിവന്റെ പുത്രിയാണിത്. സന്തോഷിമാന്ന് വടക്കേ ഇന്ത്യക്കാർ വിളിക്കും. ശിവനൊരു മകളുണ്ട്, 2 ആൺമക്കളുള്ളവരെല്ലാവർക്കും അറിയാം. അശോകസുന്ദരി എന്നാണ് മകളുടെ പേര്. ആ അശോകസുന്ദരി പറഞ്ഞാൽ ഒരിക്കലും ശോകമില്ലാത്ത അവസ്ഥ എന്നാണ് അർത്ഥം. ഇതാണ് അശോകസുന്ദരി, ഒരിക്കലും ശോകമില്ല. എന്റെ വീട്ടില് എനിക്ക് നോക്കിയാൽ കാണുന്നിടത്തൊരു മാവും തൈയുണ്ട്. ഞാൻ അശോകസുന്ദരി എന്ന് പേരിട്ടു. അത് കേട്ടിട്ട് ചിലർ ചോദിക്കും, ആ വിഭാഗത്തിലൊരു മാവ് ഉണ്ടോ? അല്ല, ഈ അശോകസുന്ദരി എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാലോ. ഇത് ഏത് മാവിന്റെ മാങ്ങയാന്ന് ചോദിക്കുമ്പോ ഭാര്യ പറയും അശോകസുന്ദരിയുടെ മാങ്ങ. ആ ശിവപുത്രിയാണ് അശോകസുന്ദരി. ചെല്ലുന്നോടത്തിലത്തെ ശോകൊക്കെ ഇല്ലാതെയാവും. അശോകമരം അതിൽ നിന്ന് വന്നാണ്. സീത അശോകമരത്തണലിൽ ഇടുന്നുള്ളതിന്റെ അർത്ഥമില്ല. 1000 കൊല്ലം കൊണ്ടും വ്യാഖ്യാനം തീരാത്ത അറിവുകളാണ് നമ്മുടെ പുരാണങ്ങൾ തരുന്നത്. ഈ കന്യക മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കണം. ഇത് പെൺകുട്ടികളും അറിയണം, പെൺകുട്ടികളുടെ അച്ഛനും അറിയണം, അമ്മ അറിയണം, വീട്ടിലേക്ക് കയറി വന്ന ഭാര്യ അറിയണം, ഭർത്താവും അറിയണം. മഹാലക്ഷ്മിയെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ? വളർത്തി വലുതാക്കിയാൽ മഹാലക്ഷ്മിയെ ഞാൻ ആർക്ക് കൊടുക്കണം? വിഷ്ണുവിന് കൊടുക്കണം. വിഷ്ണുവിന്റെ പത്നിയാണ് മഹാലക്ഷ്മി. ആ വിഷ്ണുവിന്റെ പത്നിയായ മഹാലക്ഷ്മിയാണ് ഞാൻ എന്റെ മോളായിട്ട് വളർത്തുന്നത്. എല്ലാം പെൺമക്കൾക്കും ബാധകമാണ്. അപ്പൊ വിഷ്ണുവിനെ ഏൽപ്പിക്കണ്ടേ? ആ വിഷ്ണുവിനെ ഏൽപ്പിക്കേണ്ടതാണ് എന്ന് അറിയുമ്പോൾ, ഈ സംസ്കാരം മനസ്സിലാക്കുമ്പോൾ, കല്യാണം കഴിക്കാൻ വരുന്ന പയ്യൻ വിഷ്ണുവായിട്ട് മാറണമല്ലോ. കല്യാണം കഴിക്കാൻ വരുന്ന പയ്യൻ ആരാ? വിഷ്ണു. വിഷ്ണുവിന്റെ ഗുണങ്ങൾ ഉണ്ടാകണം. വിഷ്ണു എന്ന് പറഞ്ഞാൽ പുരാണത്തിൽ കാണുന്ന വിഷ്ണുവിന്റെ മാതിരി അനന്തന്റെ മുകളിൽ കിടക്കാനല്ല. അങ്ങനെ വിശാലമായ ഗൃഹം ഉണ്ടാവണം, മനസ്സുണ്ടാകണം. അതുകൊണ്ടാണ് വിഷ്ണു മഹാലക്ഷ്മിയെ കല്യാണം കഴിക്കാനാ പോണത്. ആ കല്യാണത്തിന് പിന്നെയും വേറെ അർത്ഥമുണ്ട് കേട്ടോ, നമ്മുടെ മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. വിഷ്ണുവിനെ കൊടുക്കണം. വിഷ്ണുവിന്റെ പത്നി ഇപ്പൊ എന്റെ വീട്ടിൽ വളർന്നു, കല്യാണം കഴിക്കാൻ പോകുന്നു വിഷ്ണുവാണ്. വളർത്തി വലുതാക്കുന്നവരെ എന്റെ ചുമതലയാണ്. വലുതാക്കി അച്ഛൻ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആളില് ഈ കൈകൾ കൊടുത്തേൽപ്പിക്കുമ്പോൾ നടന്ന കന്യാദാനം എന്ന് പറഞ്ഞാൽ ദൈവീകമായൊരു കർത്തവ്യമാണ്. കന്യാദാനം നടത്തുമ്പോൾ എന്ത് വന്നു? സ്വർണം സറണ്ടർ ചെയ്തു, ധനം സറണ്ടർ ചെയ്തു. മകളുടെ പേരിൽ, മഹാലക്ഷ്മിയുടെ പേരിൽ ഭൂമി വല്ലുണ്ടെങ്കിൽ കൊടുത്താൽ ദാനം ചെയ്തു. സ്വർണം, ധനം, എല്ലാ കാര്യങ്ങളും. അതാണ് സ്വർണത്തിന് ഇത്ര പ്രാധാന്യമുണ്ട്. ദാനത്തോടു കൂടി മഹാലക്ഷ്മി അത് കൊടുത്തു. മകൻ നീ കല്യാണം കഴിക്കണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരുന്ന മഹാലക്ഷ്മിയാണ്. എവിടെയും പഠിപ്പിക്കാനില്ലാത്തതുകൊണ്ട് ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ പറയുകയാണ്. ദാനങ്ങളിൽ വെച്ച് വലിയ ദാനം കന്യാദാനം. ഒരാൾ പറഞ്ഞു, വീട്ടിലൊരു 10 പേരെ വരുത്തിയിട്ട് ചോറ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല.
ആ വ്യക്തി പറയുക സംഗതി ശരിയാണ്. കാരണം കല്യാണം നടത്തുമ്പോഴാണല്ലോ അത് നടക്കുക. മഹാലക്ഷ്മിയുടെ കല്യാണം നടത്തുമ്പോൾ വീട്ടിൽ വരുന്നവർക്ക് മുഴുവൻ ചോറ് കൊടുക്കും. അവര് മതി എന്ന് പറഞ്ഞ് എണീക്കും. വിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും മാരേജ് നടത്തുന്നതിന്റെ ഇടനിലക്കാരനായുള്ള പുരോഹിതനാണ് നാം. ഈ ധാരണ കൊണ്ട് മകളുടെ കൈ അങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ മകൾ ആലോചിക്കണം, പെൺകുട്ടിയോട്, ഞാൻ മഹാലക്ഷ്മിയാവുന്നു. ആൺകുട്ടികൾ ചിന്തിക്കണം, ലക്ഷ്മിയെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഗുണം മുഴുവൻ പുരുഷന്റെ വരന്റെ ഉത്തരവാദിത്വം വേറെ ടാക്ക് പറഞ്ഞോളാം. ഈ പെൺകുട്ടിയെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് മഹാലക്ഷ്മി ആണ്. ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ മുഴുവൻ അടുക്കളപ്പണി അവളുടെ തലയിൽ വെച്ച് കൊടുക്കാനുള്ള അർത്ഥത്തിലല്ല. വീട്ടിലേക്ക് വന്ന് കയറുന്ന ലക്ഷ്മിയെ അഷ്ടമംഗല്യം കാണിച്ച് അകത്തേക്ക് കയറ്റണം. വരൻ വരുമ്പോ കാല് കഴിയിക്കുന്നു പറഞ്ഞാൽ ശങ്കുണ്ണിക്കുട്ടിയെ കാല് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ ശരീരത്തിൽ അവശേഷിച്ചിരിക്കുന്നതും ഭാവന ചെയ്യുന്നതും വിഷ്ണുവായിട്ടാണ്. അശോകസുന്ദരി ശിവന്റെ പുത്രി എന്ന് പറഞ്ഞ പോലെ ഈ മഹാലക്ഷ്മിയെ വിഷ്ണുവിനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് കന്യാദാനം എന്നുള്ളതിനാൽ ആ ദാനത്തിൽ ദാനം എല്ലാം ഒന്നുമില്ല. ഈ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദാനം കന്യാദാനമാണെന്ന് പറയാൻ കാരണം അതാണ്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.